ശ്രീരാമന്റെ 14 വർഷത്തെ വനവാസകാലത്ത് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ലക്ഷ്മണൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. എന്നാൽ ഇത് വിശ്വസ്തതയുടെ ഒരു വാഗ്ദാനം മാത്രമായിരുന്നില്ല, അത് ആഴത്തിലുള്ള മാനുഷികമായ ഒന്നിന്റെ ത്യാഗമായിരുന്നു. വനവാസത്തിന്റെ ആദ്യ രാത്രിയിൽ ലക്ഷ്മണൻ ഉറക്കത്തിന്റെ ദേവതയായ നിദ്രാദേവിയെ സമീപിച്ചു. വർഷങ്ങളോളം ജാഗരൂകനും ജാഗ്രതയുമുള്ളവനായി തുടരാൻ കഴിയുന്ന തരത്തിൽ വിശ്രമത്തിന്റെ ആവശ്യം എടുത്തുകളയാൻ അദ്ദേഹം വിനയപൂർവ്വം ദേവിയോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സ്പർശിക്കപ്പെട്ട നിദ്രാദേവി അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം നൽകി. അവൻ 14 വർഷത്തേക്ക് ഉറക്കം ആവശ്യമില്ല, പകരമായി അയാൾക്ക് വേണ്ടി ആരെങ്കിലും ആ ഉറക്കം വഹിക്കേണ്ടിവരും. ലക്ഷ്മണൻ സമ്മതിച്ചു. ദേവി അവന്റെ ഉറക്കം മുഴുവൻ അവന്റെ ഭാര്യ ഊർമിളയ്ക്ക് മാറ്റി. അവൾ അയോധ്യയിൽ തന്നെയായിരുന്നു. ആ ദിവസം മുതൽ ഊർമിള രാമന്റെ വനവാസകാലം മുഴുവൻ നീണ്ടുനിന്ന ഒരു ദിവ്യമായ ഗാഠനിദ്രയിലേക്ക് പ്രവേശിച്ചു. യാഗത്തിൽ നിശബ്ദ പങ്കാളിയായി ലക്ഷ്മണൻ തന്റെ ധർമ്മം നിറവേറ്റാൻ വേണ്ടി അവന്റെ ഭാരം വഹിച്ചുകൊണ്ട് ഉറങ്ങി. ആ 14 വർഷക്കാലം കൊടുങ്കാറ്റുകളിലും വന്യമൃഗങ്ങളുടെയും അസുരന്മാരുടെയും ആക്രമണങ്ങളിലൂടെ ലക്ഷ്മണൻ കാവൽ നിന്നു. ഒരിക്കലും കണ്ണുചിമ്മാതെ, ഒരിക്കലും വിശ്രമിക്കാതെ അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. ഈ അവിശ്വസനീയമായ സമർപ്പണ പ്രവൃത്തി യഥാർത്ഥ ഭക്തി എല്ലായ്പ്പോഴും ഉച്ചത്തിലോ ദൃശ്യമായോ ആയിരിക്കില്ലെന്ന് കാണിച്ചു തന്നു. ചിലപ്പോൾ ഇത് നിശബ്ദമായ ഒരു സഹിഷ്ണുത ആണ്, ഊർമിളയുടെ ഉറക്കം പോലെയോ ലക്ഷ്മണന്റെ ഉണർവ് പോലെയോ. ധർമ്മം സംരക്ഷിക്കുന്നതിൽ രണ്ടും ഒരു പങ്കുവഹിച്ചു. രാമൻ അയോധ്യയിലേക്ക് മടങ്ങിയപ്പോൾ, വനവാസം അവസാനിച്ചപ്പോൾ ഊർമിള ഒടുവിൽ ഉണർന്നു. ശാന്തമായും സുന്ദരമായും തിളക്കത്തോടെയും നിശബ്ദതയിൽ തന്റെ പങ്ക് നിർവഹിച്ചു. സ്നേഹത്തിലും കടമയിലും ചെയ്യുന്ന ഏറ്റവും ചെറിയ തീരുമാനം പോലും ഏറ്റവും വലിയ വഴിപാടായി മാറുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ലക്ഷ്മണന്റെ ത്യാഗം.